ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു വെറൈറ്റി അവിയലാണ് കേട്ടോ. ഇത് പണ്ട് അക്കരെ ആണെന്ന് തോന്നുന്നു ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗാണ്, ഓ മീൻ അവിയൽ എന്തായി ആവോന്ന്. അപ്പോൾ അങ്ങനെ മീൻ അവിയൽ ഞാൻ അവിടെയാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഈ റെസിപ്പി എനിക്ക് ഈയിടെ പറഞ്ഞു തന്നത് ജിജിയുടെ അമ്മയാണ്. അപ്പോൾ ആൻറ്റി താങ്ക് യു സോ മച്ച്. അപ്പോൾ ആൻറ്റി പറഞ്ഞ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മീൻ അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ അവിയൽ ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇതിൽ പൊട്ടറ്റോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കായുണ്ട്, ചേനയുണ്ട്, പിന്നെ മുരിങ്ങാക്ക ഉണ്ട്, പിന്നെ ബ്രിഞ്ചോളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഇത് നീളത്തിൽ അരിഞ്ഞായിരിക്കണം. അവിയലിന് എങ്ങനെ അരിയുന്നത് അതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മീനാണ്. അപ്പം ഞാനിവിടെ നത്തോലി അല്ലെങ്കിൽ കൊഴുവയാണ് എടുത്തേക്കുന്നത്. ഇതിൽ മുള്ളെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫിലെ പോലെ ആക്കി എടുത്തേക്കുക കേട്ടോ. നടുക്കത്തെ ആ മുള്ളങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 15-20 കൊഴുവ അല്ലെങ്കിൽ നത്തോലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് സവാളയാണ്. 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒന്ന് നടുവ് കീറിയതാണ്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ. പിന്നെ മീൻ ചേർക്കുന്നതുകൊണ്ടാണ് ഇത്രയും തക്കാളി ഇടുന്നത്. അപ്പം അതും കൂടെ, ഇത് 3 മീഡിയം സൈസ് തക്കാളി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം. പക്ഷെ ഒത്തിരി വെള്ളം ഒഴിക്കരുത്, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും എല്ലാം കൂടെ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് വേവിക്കാൻ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. പിന്നെ മീനൊന്നും ഉടയാതെ നോക്കണം. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇളക്കാൻ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അരയ്ക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഞാനൊരു 6-8 എണ്ണം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പേരിന് കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ ഒരു 1-2 ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുത്തത് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെറിയുള്ളി ലാസ്റ്റ് കടുക് വറുക്കുമ്പോഴും ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേരേണ്ടത് ഒരു 1/2 മുറി തേങ്ങ മതിയാവും. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതായത് 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് എന്തായെന്ന് നോക്കാം. അപ്പം നമ്മൾ മീനും കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് മീനിലെ വെള്ളവും ഇറങ്ങി വരും. അപ്പോൾ അതാ ഇത്രയും വെള്ളം ഇപ്പോൾ. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം. ബാക്കി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇളക്കുമ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കാവൂ, എല്ലാം കൂടെ കുഴഞ്ഞു പോവല്ലേ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം, കാരണം വെള്ളം പറ്റാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അരപ്പ് മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
ഒത്തിരി അങ്ങോട്ട് ഇളക്കി കുഴയ്ക്കരുത്. അപ്പൊ പതുക്കെ ഇളക്കിയിട്ട് ഇതൊന്ന് ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതുവരെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് കടുക് വറുത്തെടുക്കുക എന്നുള്ളതാണ്. സാധാരണ ഞാൻ അവിയലിന് കടുക് വറുത്ത് ചേർക്കാറില്ല, പക്ഷെ ഇവിടെ മീനും കൂടെ ചേർക്കുന്നോണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത്രയും ടേസ്റ്റ് ആട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പൊ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക്, പിന്നെ ഞാനിവിടെ ഒരു 8-10 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരണം, അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി വെച്ചേക്കുന്ന അവിയലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് അടച്ചു വെച്ചാലും മതി, അല്ലെങ്കിൽ ഒരു പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നത്തോലി ചെറിയ നത്തോലി ആയതുകൊണ്ട് കുറച്ച് ഇതിൽ കുഴഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മുറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വലിയ നത്തോലി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം അത് എടുത്ത് കാണിക്കൂ ഈ അവിയലിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എന്ന് പറയുന്നത് അവിയലും മീനും കൂടെ ഒരുമിച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. നമുക്ക് മീൻ കഴിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. പിന്നെ അവിയലും ആണ്, വെജിറ്റബിൾസും ഉണ്ട്, ഒരു വെറൈറ്റി തന്നെയല്ലേ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി വേറൊരു സിമ്പിൾ അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.